സപ്തമാതാക്കളിൽ ഒരാളായ വാരാഹി ദേവി അതിശക്തിയും ഭയങ്കര രൂപിയുമായ ഒരു ദേവതയാണ്. തിന്മയും നന്മയും തമ്മിലുള്ള പ്രപഞ്ച പോരാട്ടവുമായി അവളുടെ കഥയ്ക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. പണ്ടുകാലത്ത് ഹിരണ്യാക്ഷൻ എന്ന അസുരൻ ഭൂമിയെ പാതാളത്തിലേക്ക് കൊണ്ടുപോയി ലോകത്തെ ദുരിതത്തിലാഴ്ത്തി. ഭൂമിയെ രക്ഷിക്കാൻ മഹാവിഷ്ണു വരാഹരൂപം ധരിച്ചു. ഈ ഘോരയുദ്ധത്തിനിടയിൽ വരാഹന്റെ ഊർജ്ജത്തിൽ നിന്നും ശക്തിയിൽ നിന്നും വാരാഹി ദേവി ഉദ്ഭവിച്ചു. ഒരു പന്നിയുടെ തലയും മനുഷ്യശരീരവുമുള്ള രൂപത്തിലാണ് അവളെ ചിത്രീകരിച്ചിരിക്കുന്നത്. അവൾ കൈകളിൽ ചക്രവും വാളും ഒരു പാനപാത്രവും ധരിച്ചിരിക്കുന്നു. ഇത് തിന്മയുടെ മേലുള്ള അവളുടെ വിനാശകരമായ ശക്തിയെയും അവളുടെ പോഷണപരമായ ഭാവത്തെയും പ്രതീകപ്പെടുത്തുന്നു. വാരാഹി വരാഹനുമായി മാത്രമല്ല ബന്ധപ്പെട്ടിരിക്കുന്നത്. വിവിധ അസുരന്മാർക്കെതിരായ യുദ്ധങ്ങളിൽ മറ്റു മാതാക്കളോടൊപ്പം അവൾക്ക് നിർണായകമായ പങ്കുണ്ട്. ശുഭൻ, നിശുംഭൻ എന്നീ അസുരന്മാരുമായുള്ള യുദ്ധത്തിൽ ദുർഗാദേവിയുടെ സൈന്യാധിപയായി വാരാഹിയെ പലപ്പോഴും ചിത്രീകരിക്കുന്നു. അവളുടെ അലർച്ച സ്വർഗത്തെയും ഭൂമിയെയും വിറപ്പിക്കുകയും ശത്രുക്കളിൽ ഭയം ജനിപ്പിക്കുകയും ഭക്തരിൽ ധൈര്യം നിറയ്ക്കുകയും ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു. വിജയം നേടുന്നതിനും ദുഷ്ടശക്തികളിൽ നിന്ന് ഭക്തരെ സംരക്ഷിക്കുന്നതിനും സമൃദ്ധി നൽകുന്നതിനും വാരാഹി ദേവിയെ ആരാധിക്കുന്നു. അവൾ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവിയായി കണക്കാക്കപ്പെടുന്നു. കാർഷിക വിജയത്തിനും പൊതുവായ ക്ഷേമത്തിനും അവളുടെ അനുഗ്രഹം തേടും. അവളുടെ ഉഗ്രരൂപം അജ്ഞതയുടെയും നെഗറ്റീവ് ഊർജ്ജങ്ങളുടെയും നാശത്തെ പ്രതീകപ്പെടുത്തുന്നു. ഇത് ആത്മീയ വളർച്ചയ്ക്കും ഭൗതിക സമൃദ്ധിക്കും വഴിയൊരുക്കും. വാരാഹിയുടെ ശക്തിയും ചിലപ്പോൾ ഉഗ്രവുമായ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്നതിനായി ഭക്തർ ചുവന്ന പൂക്കളും മാംസവും മദ്യവും വഴിപാടായി അർപ്പിക്കാറുണ്ട്. വാരാഹി ദേവിക്ക് സമർപ്പിച്ചിട്ടുള്ള ക്ഷേത്രങ്ങൾ ഇന്ത്യയിലുടനീളം കാണപ്പെടുന്നു. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും കേരളത്തിലും ദക്ഷിണേന്ത്യയിൽ പ്രധാന ആരാധനാ കേന്ദ്രങ്ങളുണ്ട്. ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കാനും പ്രപഞ്ചത്തെ സംരക്ഷിക്കാനും വിവിധ രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ദിവ്യ സ്ത്രീശക്തിയുടെ തെളിവാണ് വാരാഹി ദേവിയുടെ കഥ. ബാഹ്യമായ തിന്മകളെ അവൾ നശിപ്പിക്കുന്നതുപോലെ നമ്മുടെ ഉള്ളിലെ ദുഷ്ടശക്തികളെ നേരിടുന്നതിലും കീഴടക്കുന്നതിലുമാണ് യഥാർത്ഥ ശക്തി എന്ന് അവൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവളുടെ ആരാധന ഭക്തരെ അവരുടെ ഉള്ളിലെ ശക്തിയെ സ്വീകരിക്കാനും നീതിക്ക് വേണ്ടി പോരാടാനും പ്രോത്സാഹിപ്പിക്കുന്നു.